Hi friends, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി ഫേസ് വാഷ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫേസ് വാഷിനോടൊപ്പം തന്നെ നമുക്ക് ഇത് ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു അടിപൊളി ഫേസ് വാഷാണ്. ഫേസിനെ നല്ലതായിട്ട് ക്ലീൻ ആക്കാനും വളരെ സ്മൂത്ത് ആക്കാനും അതുപോലെ എല്ലാ പിഗ്മെന്റേഷൻസും ടാനും ഒക്കെ റിമൂവ് ചെയ്യാൻ നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇത്തിരി ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിരിക്കാനും നമ്മുടെ ഫേസിനെ സംരക്ഷിക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ ഇത്തിരി മെനക്കെടുത്ത് നല്ലതാണ്. മൈ നെയിം ഈസ് ജാൻസി. ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. ആദ്യം എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ബെല്ലിലേക്ക് ഓൾ ഓപ്ഷൻ ചെയ്യണം. എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അഥവാ റൈസ് പൗഡർ നിങ്ങളുടെ വീട്ടിലുള്ള അരി പൊടിച്ചെടുത്ത് ഒരു കണ്ടെയ്നറിലാക്കി വെക്കുക. നാച്ചുറൽ സ്ക്രബ് കിട്ടുന്നതിനായി ഇത് സഹായിക്കും. ആൻറ്റിജൻ പ്രോപ്പർട്ടിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഫേസിനെ ടൈറ്റ് ചെയ്യാനും ഡെഡ് സെല്ലിനെ റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതിനകത്ത് ചേർക്കാവുന്ന അലോവേര ജെല്ലാണ്. ഏതൊരു ബ്രാൻഡ് നമുക്ക് ഉപയോഗിക്കാം. ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസിംഗ് ജെല്ലാണിത്. കോഫി പൗഡർ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ആണ്, സഹായിക്കും. ഇതിനകത്തുള്ള ആൻറ്റിജൻ പ്രോപ്പർട്ടി ഉണ്ട്. ഫേസിനെ ടൈറ്റ് ആക്കാനും ഡെഡ് സെല്ലിനെ റിമൂവ് ചെയ്യാനും ഫോം ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റന്റ് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ കൂട്ടാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. ടർമറിക് പൗഡർ അഥവാ മഞ്ഞൾ ആന്റി ബാക്ടീരിയൽ ഓർ ആന്റി ഫംഗൽ പ്രോപ്പർട്ടിയാണ്. പിമ്പിൾസ് ഉണ്ടാകുന്ന ബാക്ടീരിയയെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ആഗ്നേയ മാർക്ക്, പിമ്പിൾ മാർക്ക്, സൺ ടാൻ, പിഗ്മെന്റേഷൻ എല്ലാം മാറ്റി ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ സഹായിക്കുന്നു. അടുത്തൊരു റോസ് വാട്ടർ ആണ്. ഒരു ടീസ്പൂൺ നിറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഏത് ബ്രാൻഡും ഉപയോഗിക്കാം. സ്മൂത്തിൻ്റെ ജോലി വരെ ഇത് ചെയ്യും. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കും. ലാസ്റ്റിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷും കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത്, അത് ഏത് കമ്പനിയും ആകാം, ഒരു ടീസ്പൂൺ വരെ എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഓരോ സ്പൂൺ വെച്ച് ഇടാവേ. അരിപ്പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി മതിയേ. ഇതിലേക്ക് ഞാൻ കോഫി പൗഡർ ഇടുകയാണ്. ഇതിലേക്ക് കറ്റാർവാഴപ്പൊടി, ഒരു ടീസ്പൂൺ ജെൽ. നമുക്കിതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാവേ. നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാനിതൊക്കെ ജോവേസിൻ്റെ ഒരു പപ്പായയുടെ ഫേസ് വാഷാണ്. പുതിയൊരു ഫേസ് വാഷ്, അത് പൊട്ടിച്ചില്ലായിരുന്നു, അതായിരുന്നു. അപ്പം ഞാനിതിലേക്ക് ഫേസ് വാഷും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫേസ് വാഷ് ഡയറക്റ്റ്ലി ഫേസിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വിചാരിക്കാത്ത നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കണേ. അപ്പം ഞാൻ തലമുടിയൊക്കെ ഒന്ന് പുറകോട്ട് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നോക്കിയാലോ. അല്പം കയ്യിലിങ്ങനെ എടുത്ത് കൈ ഇങ്ങനെ പിന്നെ മണം അടിപൊളി കേട്ടോ. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന അരിപ്പൊടി നല്ലതായിട്ട് നല്ല സ്ക്രബായിട്ടിരിക്കുന്നുണ്ട്. നല്ല തരുവരുപ്പുണ്ട്. വളരെ സോഫ്റ്റായിട്ട് നിങ്ങൾക്കിത് ചെയ്യാനാണ്. ഡ്രൈ ആണോ നിൽക്കേണ്ട ഫേസ് നമുക്ക് കഴുകാൻ നല്ലൊരു സോഫ്റ്റായിട്ട് വന്നിരിപ്പുണ്ട്. ഞാനിതൊന്ന് കഴുകിയിട്ട് വരട്ടെ. ഇപ്പോൾ വരാവേ. നല്ലതായിട്ട് ഫേസൊക്കെ കഴുകിയിട്ടുണ്ട്, ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണ ഒരു വീട്ടിലൊരു ഡ്രസ്സ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഡ്രസ്സ് മൊത്തം മഞ്ഞളുടെ നിറവും കോഫിയുടെ പൗഡറും ഒക്കെ വരും. അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതിയേ.
എനിക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനോ ഇത് നിങ്ങൾ സ്ഥിരമാക്കിയാൽ വളരെ നല്ലതാണ്. അതുപോലെ ചെയ്യാനാണെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുന്ന ദിവസം രാവിലെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് പോകണമെങ്കിൽ ഒന്നും കൂടി ബ്രൈറ്റ്നസ് ആയിരിക്കും ഫേസ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു വീഡിയോ ആയിരിക്കും വിചാരിക്കുന്നു. നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്, സോഫ്റ്റാണ്. എനിക്കിതിപ്പോൾ പറയാനല്ലേ പറ്റത്തുള്ളൂ, കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. വളരെ സോഫ്റ്റാണ് കേട്ടോ, വളരെ സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ടും നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടുന്ന നല്ലൊരു ഫേസ് വാഷാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയും നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ്, നല്ലൊരു ഉന്മേഷം ലഭിക്കാൻ ഏറ്റവും നല്ലതാണ് പപ്പായ. നിങ്ങളെല്ലാവരും കഴിക്കണം കേട്ടോ. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്, കഴിക്കുന്നതും ഒരുപാട് നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ ഫേസ് വാഷ് ഈ രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം റിസൾട്ട് എനിക്ക് കമൻറ്റ് രൂപത്തിലൊന്ന് അയക്കണേ. നമുക്കിത് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷേ ഇത് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് വളരെ 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 ഒരു 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും